ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിൽ പല രീതിയിൽ ക്ഷതമേൽക്കാറുണ്ട്, ചതവ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ചതവ് മാറാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ്. കുട്ടികൾ ഓടി കളിച്ച് വീഴുമ്പോഴും അതേപോലെ അപകടങ്ങളിൽപ്പെട്ടിട്ടും ഒക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ചതവ് വരാറുണ്ട്. അപ്പോൾ ചതവ് വന്നിട്ട് അവിടെ ആ സ്കിന്ന് കരിനീല നിറമായിട്ട് കിടക്കുന്ന അവസ്ഥയാണ്. പലർക്കും ഇത് വന്നിട്ടുണ്ടാകും. നഖമൊക്കെ വാതിലിൻ്റെ ഇടയിൽ പെട്ട് നമ്മുടെ ചതഞ്ഞ് ഇതേപോലെ കരിനീല നിറം ആകാതിരിക്കാനായിട്ട് നമ്മൾ ഉപ്പുനീരിൽ മുക്കി വയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ചതവിനുള്ള ഒരു റെമഡിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതേപോലെ തന്നെ മുറിവുകളുണ്ടായാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, കുഴിനഖം വന്നു കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് മാറ്റാനായിട്ടുള്ള ഒരു റെമഡി. ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു റെമഡി തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഒരു കറ്റാർവാഴയുടെ ലീഫാണ്. അതേപോലെ തന്നെ 2 ചെറിയ ഉള്ളി, നല്ല വലിയ ഉള്ളിയാണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് കറ്റാർവാഴയുടെ പോള മുറിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ ജെല്ല് മാത്രമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഉള്ളിയും കൂടി ഒരു ഇടിയലിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്പം മാത്രമായതുകൊണ്ട് നമുക്ക് മിക്സിയിലൊന്നും അരക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കണേ. ഉള്ളിയും കറ്റാർവാഴയും കൂടി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചതവുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ചിട്ട് അധികം മുറുകാതെ നമ്മൾ കെട്ടിവെക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് രാവിലെയും വൈകുന്നേരവും ഇതേ രീതിയിൽ ചെയ്യുക. 2 ദിവസം കൊണ്ട് തന്നെ ചെറിയ ചതവൊക്കെ ആണെങ്കിൽ മാറി കിട്ടുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ചെന്നിനായവും കോഴിമുട്ടയുടെ വെള്ളയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ചതവുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് വയ്ക്കുക. ഇത് നമുക്ക് 3 ദിവസം അടുപ്പിച്ച് ഇതേപോലെ ചെയ്യുക. 2 നേരം പുരട്ടുകയാണെങ്കിൽ ഈ പറയുന്ന ചതവും അതിൻ്റെ നീല കളറും ഒക്കെ മാറി കിട്ടുന്നതാണ് കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ചെയ്യേണ്ടത് അത് കെട്ടി വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മുറിവുകളൊക്കെ വരാറുണ്ട്. നമ്മൾ അടുക്കളയിലൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ തോട്ടത്തിൽ പണിയെടുക്കുമ്പോഴും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ മുറിവുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഉണക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് ആ ബ്ലീഡിങ് നിൽക്കാനൊക്കെ സഹായിക്കുന്ന നല്ല ഒരു അത്ഭുത ചെടിയാണ് മുറികൂടി എന്ന് പറയുന്ന ഈ ഒരു ഔഷധ സസ്യം. അപ്പോൾ ഇതൊന്നും നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മനോഹരമായിട്ടുള്ള ചെടിയായതുകൊണ്ട് തന്നെ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഒക്കെ നമുക്ക് വളർത്താവുന്നത് കൂടിയാണ് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്ന് വളർന്നുകൊള്ളും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല ഒന്ന് ഞെരടി അതിൻ്റെ നീര് നമ്മുടെ ആ മുറിവിൻ്റെ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ആ മുറിവ് വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങാനായിട്ട് അത് സഹായിക്കും എന്നുള്ളതാണ്. കൈ മുറിഞ്ഞ് ബ്ലഡൊക്കെ നിൽക്കാതെ വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ചെടി. അപ്പോൾ ഇതിൻ്റെ ഇല നമുക്ക് ആ മുറിവുള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലീഡിങ് പെട്ടെന്ന് തന്നെ നിൽക്കാനായിട്ടും കൂടി സഹായിക്കും. ഇത് മുറിവിന് മാത്രമല്ല കേട്ടോ, കുഴിനഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പഴുത്ത് വരുന്ന അവസ്ഥയിൽ നമുക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ആ ഒരു കുഴിനഖത്തിൻ്റെ ആ ഒരു നഖത്തിൽ നമ്മളൊരു 3 ദിവസം അടുപ്പിച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇതിൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ കുഴിനഖം നിശേഷം റെഡിയായി കിട്ടുന്നതാണ്. ചെറിയ ഇൻഫെക്ഷനൊക്കെ നെയിലിൽ വരുന്ന ആ സമയത്ത് തന്നെ ഇത് ഉപയോഗിക്കുക. അപ്പോൾ ആ ഒരു നെയിലിൻ്റെ ആ ഒരു വീക്കവും കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടുന്നതാണ്. ഞാനിന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് ഇത് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയവരുടെ അനുഭവവും എൻ്റെ അനുഭവം കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ ഈ പ്ലാന്റ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കണേ.